ഹായ്, ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ ഹരിപ്പാട്. വൈറൽ പനി കണ്ടമാനം പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ H1N1 അല്ലെങ്കിൽ പന്നിപ്പനി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എ അല്ലെങ്കിൽ സ്വൈൻ ഫീവർ അതും കൂടുതലായിട്ട് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ H1N1 പനി മറ്റു വൈറൽ പനികളിൽ നിന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. എങ്കിൽ പോലും പെട്ടെന്നുണ്ടാകുന്ന അമിതമായ ചൂട്, ശരീരവേദന, തലവേദന, കൊച്ചുകുട്ടികളിൽ ചിലപ്പോൾ ഛർദി, പിന്നെ നെറുക പൊരിച്ചിൽ, ചെറിയ തുമ്മൽ, ഓക്കെ. അതുകൂടാതെ തന്നെ പെട്ടെന്ന് തൊണ്ട കുത്തി ചുമയ്ക്കുക എന്ന് പറയുന്നത്, ചുമയ്ക്കുമ്പോൾ നെഞ്ചിനകത്ത് എന്തോ ഭാരം ഇരിക്കുന്ന കഫം ഇങ്ങോട്ട് പോരുന്നില്ലെന്നുള്ളൊരു തോന്നൽ. അതോടൊപ്പം പലർക്കും നല്ല വിമിഷ്ടം ഉണ്ടാകുന്നുണ്ട്. മൂക്കലിപ്പും ഛർദിലും ഒക്കെ കൂടുതലായിട്ടും കൊച്ചുകുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ H1N1 ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ രോഗനിർണയം നടത്തി ചികിത്സ അസാധ്യമാണ്. കാരണം അതിൻ്റെ രോഗപരിശോധന എന്ന് പറയുന്നത് നമ്മൾ കോവിഡിനെടുത്ത പോലെ മൂക്കിൽ നിന്നോ തൊണ്ടയിൽ നിന്നോ സ്വാബ് എടുത്തിട്ട് അയച്ചു പരിശോധിക്കുകയാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 2500 മുതൽ 4000 രൂപ ചിലവ് വരും. അതോടൊപ്പം തന്നെ 2 മുതൽ 4 ദിവസത്തെ താമസവും വരും ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ. പക്ഷേ H1N1 ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ചികിത്സ 48 മണിക്കൂറിനുള്ളിൽ തുടങ്ങിയില്ലേ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സംശയാസ്പദമായ കേസുകളിൽ H1N1 മരുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ. അതിനുശേഷം അവരെ നിരീക്ഷിച്ചതിന് ശേഷം വേണമെങ്കിൽ ഈ മരുന്ന് നിർത്തലാക്കുകയാണ് ചെയ്യുന്നത്. H1N1 പനിക്ക് എല്ലാ വൈറൽ പനിക്കും ഉണ്ടാകുന്ന പോലെയുള്ള ചില ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മയോകാർഡൈറ്റിസ് ആണ്. ഹൃദയപേശികൾക്ക് വീക്കം വന്നിട്ട് നെഞ്ചിടിപ്പ് കൂടുകയും BP താന്നു പോവുകയും ഷോക്കിലേക്ക് പോയി ആളുകൾ മരിക്കുകയും ചെയ്യും പെട്ടെന്ന്. അതാണ് പലപ്പോഴും ഈ പനിയായിട്ട് ആശുപത്രിയിൽ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് കഴിയുമ്പോൾ മരിച്ചെന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ മയോകാർഡൈറ്റിസ് വന്ന് മരിക്കുന്നതുകൊണ്ടാണ്, ഇഞ്ചക്ഷൻ്റെ പ്രശ്നം കൊണ്ടല്ല. അടുത്തൊരു ദോഷം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയും. അതായത് പെട്ടെന്ന് ന്യൂമോണിയ പോലെ വരാം. H1N1 ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അമിതമായ ശ്വാസം മുട്ടലുണ്ടാകും, വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ വേണ്ടിവരും. ചിലപ്പോൾ ആൾ രക്ഷപ്പെട്ടെന്ന് വരത്തില്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ് ഇത് തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. അത് വന്നാൽ മരണം സംഭവിക്കുക, അല്ലെങ്കിൽ പലരും മസിലിൻ്റെ ശേഷിയൊക്കെ നശിച്ച്, സംസാരശേഷിയൊക്കെ നശിച്ച്, ബുദ്ധിഭ്രമമൊക്കെ സംഭവിച്ച് വർഷങ്ങളോളം കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ നിസ്സാരമായിട്ടൊരു തുടങ്ങുന്ന ഒരു പനി മരണത്തിലേക്ക് മാരകമായി നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ കടന്നു പോകാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് ഈ വൈറൽ പനി വരുമ്പോൾ വെറുതെ പാരസെറ്റമോൾ ഗുളിക മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കാതെ, അല്ലെ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാതെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ പോയി കണ്ട് രോഗനിർണയം നടത്തി അതിനെ ചികിത്സ ചെയ്യണം. ഓക്കെ, ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ ഹരിപ്പാട്.